ഗുരുഭ്യോ നമഃ. ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വത്യൈ നമഃ. കോമളം കൂജയൻ വേണും ശ്യാമളോയം കുമാരകഃ വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ശ്രീമദ് ഭഗവത്ഗീതയിലെ 3-ാം അധ്യായത്തിലെ 26 മുതൽ 30 വരെയുള്ള ശ്ലോകങ്ങൾ നോക്കാം. ന ബുദ്ധിഭേദം ജനയേത് അജ്ഞാനം കർമ്മസംഗിനാം ജോഷയേ സർവകർമാണി വിദ്വാൻ യുക്തഃ സമാചരൻ. ന ബുദ്ധിഭേദം ജനയേത് അജ്ഞാനം കർമ്മസംഗിനാം ജോഷയേത് സർവകർമാണി വിദ്വാൻ യുക്തഃ സമാചരൻ. ന ബുദ്ധിഭേദം ജനയേത് അജ്ഞാനാം കർമ്മസംഗിനാം. അജ്ഞാനാം കർമ്മസംഗിനാം, അജ്ഞാനികളായിട്ടുള്ള കർമ്മസക്തരായിരിക്കുന്ന ആളുകൾക്ക് ന ബുദ്ധിഭേദം ജനയേത്, അവർക്ക് ബുദ്ധിഭേദത്തെ അല്ലെങ്കിൽ മതിഭ്രമത്തെ ഉണ്ടാക്കുന്നവയായിരിക്കരുത് വിദ്വാൻമാരുടെ വാക്കുകൾ. ജോഷയെ സർവകർമാണി വിദ്വാൻ യുക്തഃ സമാചരൻ. യുക്തഃ വളരെ ശാന്തചിത്തനായ ജ്ഞാനി, സമാചരൻ ഏതൊരു ഉപദേശം അല്ലെങ്കിൽ പ്രവൃത്തിയാണോ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുന്നത് അത് ഭംഗിയായി നിർവഹിച്ചിട്ട് വേണം മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കാൻ. എന്നിട്ട് ജോഷയേത്, അവരെ കൊണ്ട് കർമാണി ജോഷയേത്, ആ കർമ്മത്തിലേക്ക് നയിക്കണം, അല്ലെങ്കിൽ സർവകർമ്മങ്ങളെയും അവരെ കൊണ്ട് അപ്രകാരം ചെയ്യിക്കണം. ജ്ഞാനിയായിരിക്കുന്ന ഒരാൾ ശരിയായ രീതിയിൽ അനുഷ്ഠിക്കേണ്ടതായ കർമ്മങ്ങളെ അല്ലെങ്കിൽ തൻ്റെ വാക്കുകളെ എല്ലാം സ്വപ്രവൃത്തിയിലൂടെ ചെയ്ത് കാണിച്ചിട്ട് വേണം മറ്റുള്ളവർക്ക് ഉപദേശം നൽകാൻ. അതുപോലെ തന്നെ അറിവില്ലാത്തവരുടെ ബുദ്ധിയെ ഭ്രമിപ്പിക്കുന്നതായ തരത്തിലാവരുത് നമ്മളുടെ ഉപദേശങ്ങൾ. കാരണം നമ്മളുടെ പ്രവൃത്തിയെ കണ്ട് അവർ അതിനെ ആചരിക്കുമ്പോൾ അവരുടെ മനസ്സിൽ ദ്വൈതഭ്രമം അല്ലെങ്കിൽ ഏതാണ് ശരി ഏതാണ് തെറ്റ് എന്നുള്ള ഒരു സംശയത്തിന് ഇടവരാത്ത രീതിയിൽ അവരെ ഉപദേശിക്കണം, അവരെ കൊണ്ട് കർമ്മങ്ങൾ ചെയ്യിക്കണം എന്നാണ് ഭഗവാൻ ഇവിടെ പറയുന്നത്. കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞു യദ്യദാചരതി ശ്രേഷ്ഠ തത്തദേവേതരോ ജനഃ സയത് പ്രമാണം കുരുതേ ലോകസ്തദനുവർത്തതേ. അപ്പോൾ ആരാണോ ശ്രേഷ്ഠരായിട്ടുള്ളവർ അവർ ചെയ്ത് കാണിക്കുന്ന ഓരോ കർമ്മങ്ങളും മറ്റുള്ളവർ ആചരിക്കും. അങ്ങനെ മറ്റുള്ളവർ തൻ്റെ കർമ്മത്തെ അനുകരിച്ചുകൊണ്ട് ആചരിക്കുന്ന ഒരു അവസ്ഥയിൽ ജ്ഞാനിയായ ഒരാൾ തൻ്റെ കർമ്മങ്ങൾ ഏറ്റവും ഭംഗിയായിട്ട് ചെയ്ത് വേണം കാണിച്ചു കൊടുക്കാൻ. അല്ലാതെ ഉപദേശിക്കുന്നതൊന്നും സ്വയം ചെയ്യുന്നത് മറ്റൊന്നുമാണെങ്കിൽ ആ ഉപദേശത്തിന് യാതൊരു പ്രസക്തിയുമില്ല, യാതൊരു വിലയും കൽപ്പിക്കുകയില്ല കേൾക്കുന്നവർ. തന്നെയുമല്ല, ഇപ്രകാരമുള്ള ഉപദേശങ്ങളിൽ ഒന്നിലും അജ്ഞാനികളായ ആളുകൾക്ക് വ്യക്തതയില്ലാത്ത ഒരവസ്ഥയെ ഉണ്ടാക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അങ്ങനെ വ്യക്തതക്കുറവ് വന്നു കഴിഞ്ഞാൽ അവർക്ക് ഏതാണ് ചെയ്യേണ്ടത് ഏതാണ് ചെയ്യരുതാത്തത് എന്നുള്ള ഒരു സംശയം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അങ്ങനെയിരിക്കെ ജ്ഞാനിയായ ഒരാളുടെ ഉപദേശത്തിന് അവിടെയും യാതൊരു പ്രസക്തിയും ഇല്ലാതായി പോവും. അതുകൊണ്ട് സ്വയം കൃത്യമായി സമാചരിച്ചുകൊണ്ട് ഉപദേശങ്ങൾ നൽകുന്ന ജ്ഞാനിയുടെ കർമ്മങ്ങളെ മറ്റുള്ളവർ അനുകരിക്കുമ്പോൾ അത് ശ്രേഷ്ഠമായി തീരുന്നു. അവരുടെ മനസ്സിൽ യാതൊരു ബുദ്ധിഭ്രമങ്ങളും ഇല്ലാത്ത അവസ്ഥയെ സംജാതമാക്കുന്നു. ഇതാണ് ഭഗവാന്റെ ഈ ശ്ലോകത്തിലെ ഉപദേശം. ന ബുദ്ധിഭേദം ജനയേത് അജ്ഞാനം കർമ്മസംഗിനാം ജോഷയേ സർവകർമാണി വിദ്വാൻ യുക്തഃ സമാചരൻ. പ്രകൃതേ ക്രിയമാണാനി ഗുണൈകർമാണി സർവശഃ അഹങ്കാര വിമൂഢാത്മാ കർത്താഹമിതി മന്യതേ
പ്രകൃതേഃ ക്രിയമാണാനി ഗുണൈഃ കർമാണി സർവശഃ അഹങ്കാര വിമൂഢാത്മാ കർത്താ അഹം ഇതി മന്യതേ. പ്രകൃതേഃ ഗുണൈഃ, സ്വതസിദ്ധമായ അല്ലെങ്കിൽ പ്രകൃതമായി ലഭിച്ചിരിക്കുന്ന ഗുണങ്ങളാലാണ് കർമാണി സർവശഃ ക്രിയമാണാനി, എല്ലാ തരത്തിലുള്ള കർമ്മങ്ങളും ചെയ്യപ്പെടുന്നത്. ഏതൊരാളും തനിക്ക് ലഭിച്ചിരിക്കുന്ന ഗുണങ്ങൾക്ക് അനുരൂപമായിട്ടാണ് കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നത്. അഹങ്കാര വിമൂഢാത്മാ കർത്താ അഹം ഇതി മന്യതേ. അഹങ്കാരത്താൽ കണ്ണു കാണാത്തവരായിരിക്കുന്ന ആളുകൾ എന്താ ചിന്തിക്കുക? അവർ പറയും കർത്താ അഹം, ഞാനാണ് ചെയ്യുന്നത് എന്ന് ഇതി മന്യതേ, ഇപ്രകാരം വിചാരിക്കുന്നു. പ്രകൃതി എല്ലാ ജീവജാലങ്ങളിലും നൽകിയിരിക്കുന്ന ഗുണങ്ങളുണ്ട്. ആ ഗുണങ്ങൾക്ക് അനുസൃതമായിട്ടാണ് കർമ്മങ്ങൾ എല്ലാവരാലും നിർവഹിക്കപ്പെടുന്നത്. അത് മനസ്സിലാക്കാതെ സ്വയം ഞാൻ വലുത് എന്നുള്ള ഭാവം മൂലം എല്ലാ കർമ്മങ്ങളും ഞാൻ ചെയ്യുന്നു, ഞാനില്ലെങ്കിൽ ഒന്നും നടക്കില്ല എന്നെല്ലാം വിചാരിച്ച് അന്ധതയെ ബാധിക്കുന്നു. ഈ ഗുണങ്ങളാലാണ് നമ്മളെല്ലാം കർമ്മങ്ങൾ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ജന്മജന്മാന്തരങ്ങളായിട്ട് നമ്മളിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന വാസനയാണ് ഈ ഗുണങ്ങളെയൊക്കെ പരിപോഷിപ്പിക്കുന്നത്. ഏത് വാസനകളോടുകൂടിയാണ് നമ്മൾ ഈ ശരീരം എടുത്തിരിക്കുന്നത്? അതിൻ്റെ സ്വതസിദ്ധമായ ആ ഗുണങ്ങൾ തീർച്ചയായും ആ ജീവാത്മാവിൽ ഉണ്ടാവുക തന്നെ ചെയ്യും. അതിനനുസൃതമായ ശരീരത്തിലിരിക്കുമ്പോൾ ആ ശരീരത്തോടും കൂടി ചേർന്നിരിക്കുന്ന കർമ്മങ്ങളെ അനുഷ്ഠിക്കുവാൻ സാധ്യമാവുകയുള്ളൂ. ഭാഗവതത്തിൽ കാളിയമർദ്ദനം എന്ന കഥാഗോളത്തിൽ കാളിയൻ ഒരു സമയത്ത് ഭഗവാനോട് ചോദിക്കുന്നുണ്ട്, ഭഗവാനെ, എനിക്ക് ലഭിച്ചിരിക്കുന്ന ഈ ശരീരം ഒരു ഘോര സർപ്പത്തിൻ്റെതാണ്. ഞാൻ എങ്ങനെയാണ് സത്വഗുണത്തെ അവലംബിച്ചുകൊണ്ട് അങ്ങയെ ഉപാസിക്കാൻ അർഹനാകുന്നത്? ചോദ്യം വളരെ പ്രസക്തമാണ്. ഇത്രയ്ക്കും ജന്മത്താൽ തന്നെ അല്ലെങ്കിൽ ശരീരം കൊണ്ട് തന്നെ വളരെ ക്രോധഭാവമുള്ളതായിരിക്കുന്ന ഒരു ശരീരത്തിൽ ഇരുന്നു കൊണ്ട് ശാന്തചിത്തനായിട്ട് എങ്ങനെയാണ് ഈശ്വരോപാസന നടത്താൻ സാധിക്കുക? എന്ന് പറയുന്നത് പോലെ ഇവിടെ ജന്മജന്മാന്തരങ്ങളായി നേടിയിരിക്കുന്ന കർമ്മങ്ങൾക്ക് അനുസൃതമായുള്ള വാസന ഓരോ ജീവാത്മാവിലും ഉണ്ടാകുന്നതും അതിനനുസരിച്ചുള്ള ശരീരങ്ങളാണ് അവർക്ക് ലഭിക്കുന്നത് എന്നുമാണ് മനസ്സിലാക്കേണ്ടത്. അങ്ങനെ ആ ജീവാത്മാവ് ആ ശരീരത്തിലിരിക്കുമ്പോൾ അത് ആർജിച്ചിരിക്കുന്ന വാസനകൾക്കും ഗുണങ്ങൾക്കും അനുസൃതമായ കർമ്മങ്ങൾക്ക് താല്പര്യമുണ്ടാവുകയുള്ളൂ. അല്ലാതെ ജന്മജന്മാന്തരങ്ങളായിട്ട് സത്കർമ്മങ്ങൾ അനുഷ്ഠിച്ചിരുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഇരിക്കുന്ന ശരീരം വളരെ നല്ലതാണ്, അയാൾ ജനിച്ച കുലവും സാഹചര്യങ്ങളും ഒക്കെ നല്ലതാണെങ്കിൽ അയാൾക്ക് സാത്വിക ഭാവത്തോടുകൂടി ശാന്തചിത്തനായിരുന്നുകൊണ്ട് ഈശ്വരോപാസന നടത്താൻ സാധിക്കും എന്നത് സത്യം തന്നെ. എങ്കിലും അതിൽ നിന്ന് വിഭിന്നമായ ജന്മവാസനകളോടും ശരീരങ്ങളോടും കൂടിയ ആളുകൾ എങ്ങനെയാണ് ഭഗവത് ഉപാസന ശാന്തചിത്തരായി ചെയ്യാൻ അർഹരായി തീരുക എന്നുള്ള ചോദ്യമാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ടത്. അതുകൊണ്ട് ലഭിച്ചത് ഏത് ഗുണങ്ങളാൽ ആണെങ്കിലും പിന്നീട് കർമ്മങ്ങളെ കൊണ്ട് ഇനി മുന്നോട്ടുള്ള പോക്കിനെ നിയന്ത്രിക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ഇനിയെങ്കിലും ഗുണങ്ങളും കർമ്മങ്ങളും ഒക്കെ അതിനനുസരിച്ച് നമുക്ക് ആചരിക്കാൻ ശ്രമിച്ചാൽ ഈ പറഞ്ഞ അഹങ്കാര വിമൂഢാത്മാ കർത്താഹം ഇതി മന്യതേ, അഹങ്കാരം കൊണ്ട് കണ്ണു കാണാത്തവരായിട്ട് ഈ കർമ്മങ്ങളെല്ലാം ഞാൻ ചെയ്യുന്നു എന്നുള്ള ഭാവം നമ്മളെ അധോഗതിയിലേക്ക് നയിക്കുന്നതായതുകൊണ്ട് അങ്ങനെ ഒരു അവസ്ഥയെ അതിജീവിച്ചുകൊണ്ട് ഇതെല്ലാം ഈശ്വര കൃപ കൊണ്ട് നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന കർമ്മങ്ങളായി സങ്കല്പിച്ചുകൊണ്ട് ശാന്തചിത്തരായിട്ട് ഈശ്വരോപാസന നടത്തണം എന്നാണ് ഭഗവാൻ ഇവിടെ ഉപദേശിക്കുന്നത്. പ്രകൃതേ ക്രിയമാണാനി ഗുണൈ കർമാണി സർവശഃ അഹങ്കാര വിമൂഢാത്മാ കർത്താഹമിതി മന്യതേ. തത്വവിത്ത് മഹാബാഹോ ഗുണകർമ്മ വിഭാഗയോഃ
ഗുണാഗുണേഷു വർത്തന്തെ ഇതി മത്വാ ന സജ്ജതേ തത്വവിത് തു മഹാബാഹോ ഗുണകർമ്മ വിഭാഗയോഃ ഗുണാഗുണേഷു വർത്തന്തെ ഇതി മത്വാ ന സജ്ജതേ. തത്വവിത്, തത്വങ്ങളെ അറിയുന്നയാൾ അല്ലെങ്കിൽ ജ്ഞാനി, അയാളാവട്ടെ ഗുണകർമ്മ വിഭാഗയോഃ, ഗുണത്തിൻ്റെയും കർമ്മത്തിൻ്റെയും ഒക്കെ വിഭാഗങ്ങളെ അറിയുന്നവനായിട്ട് ഗുണാഗുണേഷു വർത്തന്തെ ഇതി മത്വാ ന സജ്ജതേ, ഈ ഗുണങ്ങൾ അല്ലെങ്കിൽ ഇന്ദ്രിയങ്ങൾ സത്വരജസ്തമോ ഗുണങ്ങളിൽ പ്രവർത്തിക്കുന്നു എന്ന് മനസ്സിലാക്കിയിട്ട് ന സജ്ജതേ കർമാണി, കർമ്മങ്ങളിൽ സജ്ജരാകുന്നില്ല അല്ലെങ്കിൽ ശക്തരാകുന്നില്ല. അപ്പോൾ ഇന്ദ്രിയങ്ങൾ എല്ലാ സമയവും അതിൻ്റെ സത്വരജസ്തമോ ഗുണങ്ങൾക്ക് അനുസൃതമായ കർമ്മങ്ങളാണ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കിയിട്ട് ജീവാത്മാവ് ഒരിക്കലും ഈ കർമ്മങ്ങളിൽ ശക്തരായി തീരുന്നില്ല എന്നാണ്. ആ ഒരു അർഹതയെ പ്രാപിക്കണമെങ്കിൽ തത്വവിത്ത് ആയിരിക്കണം, ജ്ഞാനി ആയിരിക്കണം. അപ്പോൾ ജ്ഞാനത്തിൻ്റെ പാരമ്യതയിൽ എത്തി നിൽക്കുന്ന ആളുകളാണെങ്കിൽ അവർ ഈ ഗുണങ്ങളെല്ലാം ഇന്ദ്രിയങ്ങൾ പ്രവർത്തിച്ചു കൊള്ളട്ടെ, സാരമില്ല, എങ്കിലും ഈ കർമ്മങ്ങളിൽ ബദ്ധരാകരുത് എന്നുള്ള നിഷ്കർഷയോടുകൂടി ആ ശരീര നിലനിൽപ്പിനാവശ്യമായ കർമ്മങ്ങളെ അനുഷ്ഠിച്ചുകൊണ്ടും തൻ്റെ ശരീരത്തിൻ്റെ നിലനിൽപ്പിന് ഒരിക്കലും മറ്റുള്ളവരുടെ ദുഃഖമുണ്ടാക്കാത്ത രീതിയിൽ മുന്നോട്ട് നയിക്കാനായിട്ട് അവർ പ്രത്യേകം ശ്രദ്ധ പതിപ്പിക്കും. അതുകൊണ്ട് അറിയുന്ന അല്ലെങ്കിൽ ജ്ഞാനികളായിരിക്കുന്ന ആളുകൾ സദാസമയവും ഈ ഗുണത്തിൻ്റെയും കർമ്മത്തിൻ്റെയും വ്യത്യാസം അല്ലെങ്കിൽ അതിൻ്റെ തത്വം മനസ്സിലാക്കിയവരായിട്ട് അവർ കർമ്മത്തിൽ സജ്ജരാകാതെ അല്ലെങ്കിൽ ശക്തരാകാതെ ഇന്ദ്രിയങ്ങൾ ആ ഗുണങ്ങൾക്കനുസരിച്ച് വർത്തിച്ചു കൊള്ളട്ടെ എന്ന് കരുതി അതിനെ തീർത്തും ഉപേക്ഷിക്കുന്ന രീതിയിലേക്ക് എത്തിച്ചേരും എന്നാണ് പറയുന്നത്. ഏത് പ്രകാരത്തിലായാലും ചെയ്യുന്ന കർമ്മങ്ങൾ ഒന്നും പരദേഹസ്ഥിതരായിരിക്കുന്ന ജീവാത്മാക്കളെ ഹനിക്കാത്ത രീതിയിൽ അല്ലെങ്കിൽ അവർക്ക് സന്തോഷമുളവാക്കുന്ന രീതിയിൽ ആയിരിക്കണം എന്നുള്ള ഒരു നിഷ്കർഷ ജ്ഞാനികളായവർ ചെയ്യാറുണ്ട്. അതിനെ അനുവർത്തിക്കണമെന്നാണ് ഭഗവാൻ ഇവിടെ അർജുനനെ ഉപദേശിക്കുന്നത്. തത്വവിത്തു മഹാബാഹോ ഗുണകർമ്മ വിഭാഗയോഃ ഗുണാഗുണേഷു വർത്തന്തെ ഇതി മത്വാ ന സജ്ജതേ പ്രകൃതിർഗുണസമ്മൂഢാ സജ്ജന്തെ ഗുണകർമ്മസു താന കൃഷ്ണവിദോ മന്ദാൻ കൃഷ്ണവിദ് ന വിചാലയേത്. പ്രകൃതേഃ ഗുണസമ്മൂഢാഃ സജ്ജന്തെ ഗുണകർമ്മസു താൻ അകൃഷ്ണവിദഃ മന്ദാൻ കൃഷ്ണവിദ് ന വിചാലയേത്. പ്രകൃതേഃ ഗുണസമ്മൂഢാഃ, പ്രകൃതിയുടെ ഗുണങ്ങളെക്കുറിച്ച് യാതൊരു അറിവും ഇല്ലാത്ത മൂഢന്മാരാവട്ടെ സജ്ജന്തേ ഗുണകർമ്മസു, അവർ ഗുണത്തിന് അനുരൂപമായിരിക്കുന്ന കർമ്മങ്ങളിൽ ആസക്തരായി ജീവിക്കുന്നവരായിരിക്കും. അങ്ങനെയുള്ള ആളുകളെ താൻ അകൃഷ്ണവിദ്, ഒന്നും അറിയാത്ത അല്ലെങ്കിൽ അല്പജ്ഞരായിരിക്കുന്ന മന്ദാൻ, ആ മന്ദബുദ്ധികളായ അവരെ കൃഷ്ണവിദ് ന വിചാലയേ, അറിവുള്ളവർ ഒരിക്കലും ഇളക്കാൻ ശ്രമിക്കരുത്. ജാത്യാ തന്നെ അല്ലെങ്കിൽ ജന്മനാ തന്നെ ഇപ്രകാരം ഉള്ള അജ്ഞാനവും അതിനനുസരിച്ചുള്ള ഗുണങ്ങളോട് കൂടിയിരിക്കുന്ന മൂഢരായിരിക്കുന്ന ആ ജനങ്ങൾ തീർച്ചയായും അവരുടെ ഗുണകർമ്മങ്ങൾക്കനുസൃതമായ കർമ്മങ്ങളിൽ ആസക്തരായിരിക്കും. എന്നാൽ ഇവരെ ഒന്ന് നമുക്ക് നന്നാക്കി കളയാം എന്ന് പറഞ്ഞ് അവരെ ചെന്ന് ഉപദേശിച്ച് നന്നാക്കിയെടുക്കാം എന്നുള്ളത് ഒരിക്കലും പ്രായോഗികമല്ല. ജ്ഞാനികളായവർ അങ്ങനെ അതിന് പരിശ്രമിക്കേണ്ടതും ഇല്ല എന്നാണ് ഇവിടെ പറയുന്നത്. എന്തുകൊണ്ടെന്നാൽ അജ്ഞാനം നിമിത്തം മന്ദബുദ്ധികളായി തീർന്നിരിക്കുന്ന ആളുകൾക്ക് അവർ സ്വയം ഞാൻ തന്നെയാണ് ശ്രേഷ്ഠൻ എന്നുള്ള ഒരു മൂഢഭാവം കൂടി വളരെ പ്രസക്തമായിരിക്കും.
അങ്ങനെയുള്ളവരോട് ജ്ഞാനി തൻ്റെ ജീവിതയാത്രയിലൂടെ സമ്പാദിച്ചെടുത്ത അറിവ് വെച്ച് ഉപദേശിക്കാൻ ശ്രമിച്ചാൽ ഉപദേശങ്ങളെ ചെവിക്കൊള്ളുകയില്ല എന്ന് മാത്രമല്ല, ആ ഉപദേശം നൽകുന്ന ജ്ഞാനിയെ പരിഹസിക്കാനോ അല്ലെങ്കിൽ വിഷമിപ്പിക്കാനോ ബുദ്ധിമുട്ടിക്കാനോ ആക്രമിക്കാനോ വരെയൊക്കെ ചിലപ്പോൾ തയ്യാറായെന്ന് വരാം. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഒരിക്കലും മൂഢരായിരിക്കുന്ന അജ്ഞാനികൾ ഗുണബദ്ധരായി തീർന്നുകൊണ്ട് അവരുടെ കർമ്മങ്ങളിൽ അല്ലെങ്കിൽ തമോ കർമ്മങ്ങളിൽ വ്യാപൃതരായിരിക്കുന്നു എന്ന് കരുതി അവരെ ഉപദേശിച്ച് നേരെയാക്കാം എന്ന് വ്യാമോഹിക്കരുത് എന്നാണ് ഇവിടെ പറയുന്നത്. പ്രകൃതിർഗുണസമ്മൂഢ സജ്ജന്തേ ഗുണകർമ്മസു താന കൃഷ്ണവിദോ മന്ദാൻ കൃഷ്ണവിഘ്ന വിചാലയേത് മയി സർവാണി കർമാണി സന്യസ്യാധ്യാത്മചേതസ നിരാശീർനിർമമോ ഭൂത്വാ യുധ്യസ്വ വിഗതജ്വരഃ. മയി സർവാണി കർമാണി സന്യസ്യ ആധ്യാത്മചേതസ. നിരാശീഹി നിർമ്മമഃ ഭൂത്വാ യുധ്യസ്വ വിഗതജ്വരഃ. മയി സർവാണി കർമാണി സന്യസ്യ. എല്ലാ തരത്തിലുള്ള കർമ്മങ്ങളെയും എന്നിൽ സമർപ്പിച്ചിട്ട്, അധ്യാത്മചേതസ ആത്മബോധത്തോടുകൂടി എന്നിൽ സമർപ്പിച്ചിട്ട്, നിരാശീഹി യാതൊരു ആശകളും ഇല്ലാത്തവനായിട്ട്, നിർമ്മമഃ എൻ്റേതെന്നുള്ള ഭാവവും ഇല്ലാത്തവനായിട്ട്, യുധ്യസ്വ വിഗതജ്വര അങ്ങനെ ഭവിച്ചിട്ട് എല്ലാ ദുഃഖങ്ങളിൽ നിന്നും അകന്നവനായിട്ട് യുധ്യസ്വ യുദ്ധം ചെയ്താൽ, ഈ ധർമ്മയുദ്ധം ചെയ്താലും എന്ന് പറയാം. എല്ലാ കർമ്മങ്ങളെയും ആത്മബോധത്തോടുകൂടി എന്നിൽ സമർപ്പിച്ചുകൊണ്ട് ആശകൾ അറ്റവനായും ഞാനെന്ന ഭാവം ഇല്ലാത്തവനായും ഭവിച്ചിട്ട് ദുഃഖം വെടിഞ്ഞ് അർജുന യുദ്ധം ചെയ്താലും. എന്തുകൊണ്ടെന്നാൽ ഈ യുദ്ധം ധർമ്മയുദ്ധമാകുന്നു. ഇത് ധർമ്മം പുനഃസ്ഥാപനം ചെയ്യുന്നതിനും അധർമ്മികളെ ഇല്ലാതാക്കുന്നതിനും വേണ്ടിയുള്ള യുദ്ധമാകുന്നു. അതുകൊണ്ട് ധർമ്മത്തിൻ്റെ പടയാളിയാകണം എന്നാണ് അർജുനനോട് ഭഗവാൻ ഉപദേശിക്കുന്നത്. എല്ലാ കർമ്മങ്ങളെയും നമ്മൾ ഈശ്വര പാദങ്ങളിൽ സമർപ്പിതമായി സങ്കല്പിച്ചുകൊണ്ട് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ പുണ്യപാപങ്ങൾ ഒന്നും ഈ കർമ്മം ചെയ്യുന്ന കർത്താവിനെ ബാധിക്കുകയില്ല എന്നാണ് പറയുന്നത്. അതിനർത്ഥം ഈ കർമ്മം അനുഷ്ഠിക്കുന്നയാൾക്ക് ധർമ്മബോധം ഉണ്ടാകണം. ചെയ്യുന്ന കർമ്മങ്ങൾ ധർമ്മ അനുസൃതം ആയിരിക്കണം എന്നേ ഉള്ളൂ. അതിനുവേണ്ടി ഹിംസയാണ് ആവശ്യമെങ്കിൽ അതും ചെയ്യുന്നതിൽ തെറ്റില്ല. കാരണം അധർമ്മം ഇല്ലായ്മ ചെയ്യേണ്ടത് ഈശ്വരഹിതം തന്നെയാണ്. എന്നുവെച്ച് നിരപരാധികളായ ആളുകളെ കൊന്നൊടുക്കണം എന്നല്ല. ഇവിടെ ലോകക്രമത്തിൻ്റെ നിലനിൽപ്പിന് ഭീഷണിയായിത്തീരുന്ന ആളുകൾ അവരുടെ സ്വതസിദ്ധമായ അഹങ്കാരം കൊണ്ടും അവരുടെ തമോ ഗുണ പ്രവൃത്തികൾ കൊണ്ടും ഈ ഭൂമിയുടെ തന്നെ നിലനിൽപ്പിന് ഭീഷണി ഉയർത്തുമ്പോഴാണ് അവരെ ഇല്ലായ്മ ചെയ്യേണ്ടത് ഭഗവാന്റെ ഒരു അവതാര ഉദ്ദേശമായി തന്നെ ഭവിക്കുന്നത്. അപ്രകാരമുള്ള ദുരാത്മാക്കളെ ഒക്കെ അമർച്ച ചെയ്യുന്നതിനായിട്ട് എടുത്ത അവതാരം തന്നെയാവുന്നു ശ്രീകൃഷ്ണ ഭഗവാൻ. നിരായുധനായിട്ട് കുരുക്ഷേത്ര ഭൂമിയിൽ നിൽക്കുന്നു എങ്കിലും സകല ചരാചരങ്ങളുടെയും അന്തരാത്മാവായിരിക്കുന്ന ആ ഈശ്വരൻ തന്നെയാണ് എല്ലാ ജീവജാലങ്ങളും കർമ്മത്തിന് വേണ്ടതായ ഊർജം നൽകുന്നത്. അല്ലെങ്കിൽ കേവലം തൻ്റെ സാന്നിധ്യം കൊണ്ട് മാത്രമാണ് അവരെല്ലാം കർമ്മോത്സുകരാക്കുന്നത്. കേവലം മാനസികമായ ഒരു വിഷമതയുടെ പേരിൽ യുദ്ധരംഗത്ത് നിന്ന് പിന്തിരിഞ്ഞു നിൽക്കുന്ന അർജുനന് പൂർണ്ണമായ ആത്മബോധം ഉണ്ടാക്കിക്കൊടുത്തുകൊണ്ട് അയാളെ ധർമ്മയുദ്ധത്തിന് പ്രേരിപ്പിക്കുന്ന ഒരു രംഗം കൂടിയാണ് ഇവിടെ ഭഗവാന്റെ ഉപദേശത്തിൽ നമുക്ക് കാണാൻ കഴിയുക. എല്ലാ കർമ്മങ്ങളും
അത് നല്ലതായിക്കോട്ടെ ചീത്തയായിക്കോട്ടെ ധർമ്മ സംസ്ഥാപനത്തിന് വേണ്ടിയാണ് നിർവഹിക്കുന്നതെങ്കിൽ അതെല്ലാം എന്നിൽ സമർപ്പിച്ചുകൊള്ളൂ, അതിൻ്റെ പരിണിത ഫലങ്ങളൊക്കെ ഞാൻ നോക്കിക്കൊള്ളാം എന്നുള്ളതാണ് ഭഗവാന്റെ ആശയം. മയി സർവാണി കർമാണി സന്യസ്യാധ്യാത്മചേതസ നിരാശീർ നിർമ്മമോ ഭൂത്വാ യുധ്യസ്വ വിഗതജ്വര. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനൈവ പ്രകൃതിസ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി.